ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദയും ഗൗതവും അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് വളരെ വലിയ ഒരു തെറ്റ് ഗൗതം ചെയ്തു എന്നുള്ളൊരു രീതിയിൽ വരുത്തി തീർക്കുകയാണ് പവിത്ര. അതായത് നമ്മുടെ നന്ദ ഗർഭിണിയാണ് എന്നുള്ളൊരിതിൽ. അങ്ങനെ പിങ്കിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിമുടി അങ്ങ് ഉറഞ്ഞങ്ങ് വന്നില്ലേ. തുള്ളിച്ചാടി പോരുന്ന പിങ്കിയെ ഒന്നുകൂടെ ചൂട് പിടിപ്പിക്കാനായിട്ട് പിങ്കിക്ക് പിന്നാലെ ഈ പവിത്ര ചെല്ലുന്നു. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അരുൺ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തു പറ്റി, ഇവിടെ എന്താ രണ്ടുപേർക്കും എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ അതേ ഇവിടെ വലിയൊരു പ്രശ്നം നടന്നു എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? ആരോടെങ്കിലും പറയാൻ പറ്റുന്ന പ്രശ്നമാണോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ആരോടും പറയാൻ പറ്റുന്ന പ്രശ്നമല്ലെന്ന് പറഞ്ഞു. വല്ല ഭൂകമ്പമാണോ എന്നൊക്കെ ചോദിക്കാൻ നേരം അരുണേ ഏതാണ്ട് അങ്ങനെയൊക്കെ വരും എന്ന് പിങ്കി അന്നേരം പിങ്കിയുടെ അഭിപ്രായമായിട്ട് നിന്ന് പറയുക. അപ്പം ഇവർ ഈ മൂന്ന് പേരും കൂടെ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗൗതവും അതുപോലെ തന്നെ നന്ദയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നപ്പോൾ അരുണിനെ കണ്ടു. എടാ അരുണേ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്താ ബ്രോ എന്ന് ചോദിച്ചപ്പം നീയേ അത്യാവശ്യമായിട്ട് മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. എന്തിനാ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നത്? അതെ, നന്ദയ്ക്ക് വയറിന് നല്ല സുഖമില്ല, അതുകൊണ്ട് നന്ദയ്ക്ക് കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഡോക്ടറുടെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് നന്ദയാണ് സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മെഡിസിൻ മേടിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴാണ് പവിത്രയുടെ നേരെ നമ്മുടെ പിങ്കി ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നത്. കാരണം അപ്പോഴാണ് പിങ്കിക്കൊന്ന് സമാധാനമായത്. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുടെ ആ ഒരു കലിപ്പ് കുറച്ചങ്ങ് ശമിച്ചങ്ങ് നിൽക്കാനായിട്ട് അങ്ങ് തുടങ്ങിയേ. ആ സമയത്ത് നമ്മുടെ പിങ്കി ഗൗതത്തിൻ്റെ നേരെ ഇങ്ങനെ നോക്കുന്നു, അതുപോലെ തന്നെ നന്ദയുടെ നേരെ ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ വയറിന് സുഖമാകാതിരിക്കാനും മാത്രം നന്ദ എന്താ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചായിരുന്നു, അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ആണെന്നാണ് തോന്നുന്നത്, അങ്ങനെ നന്ദ പറഞ്ഞത്. പിന്നെ വയറിനാണെങ്കിൽ ഭൂമെന്നായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ശരി ഞാൻ എന്നാൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തിനും ഏതിനും അരുണിനെ വിടുന്നതിൻ്റെ കലിപ്പാണ് ശരിക്കും പറഞ്ഞാൽ പവിത്രയ്ക്ക്. പവിത്ര എന്നത്തിനും ഇങ്ങനെ ചമ്മി നിൽക്കുകയല്ലേ. അല്ല നിങ്ങളെന്താ ഇവിടെ പരിപാടി എന്ന് അന്നേരം നമ്മുടെ ഗൗതം ചോദിച്ചു. എന്താണോ, ഞാൻ വന്നപ്പോൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നന്ദയോട് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ട് ഗൗതം നന്ദി അങ്ങ് മുറിയിലേക്ക് തന്നെ ആക്കാനായിട്ട് നോക്കുക. ഈ സമയം അരുൺ മേടിച്ചുകൊണ്ട് വരാനായുള്ള മരുന്ന് മേടിക്കാനായിട്ട് അങ്ങ് പോണു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗൗതവും നമ്മുടെ നന്ദയുടെ കൂടെ അങ്ങ് പോയി, അരുണും അങ്ങ് പോയി. ഇവർ മൂന്ന് പേരും പോയി കഴിഞ്ഞപ്പം പിങ്കി ഇങ്ങനെ നിൽക്കുകയല്ലേ. പിങ്കിക്കരികിലേക്ക് നമ്മുടെ പവിത്ര വന്നിട്ട് പറഞ്ഞു, അതെ പിങ്കി ചേച്ചി, തൽക്കാലം ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ നമ്മൾ അറിഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളല്ല കേട്ടോ, പിങ്കി ചേച്ചി രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയും ഈ സാഹചര്യം ഉണ്ടാകാഴികയൊന്നും ഇല്ല കേട്ടോ. എന്തു സാഹചര്യം ഉണ്ടാകാഴികയില്ലെന്ന്? അല്ല, ദേ ഈ വീട്ടിൽ ആദ്യം വന്നത് പിങ്കി ചേച്ചിയല്ലേ, പക്ഷേ പിങ്കി ചേച്ചിയെ മറികടന്നുകൊണ്ട് നന്ദ ഗർഭിണിയാകാൻ പാടില്ലാഴികയൊന്നുമില്ല. അവർ തമ്മിലുള്ള ഇരിപ്പുവശം വെച്ചിട്ട് അവർ തമ്മിൽ ഇപ്പം നല്ല ചേർച്ചയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇത് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ചൂട് പിടിക്കാൻ തുടങ്ങി. ഒരു കാരണവശാലും അവർ തമ്മിൽ ഒന്നിക്കാനോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകാനൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. അതിന് പിങ്കി ചേച്ചിക്ക് കഴിയുന്ന രീതിയിലെല്ലാം പിങ്കി ചേച്ചി തടസ്സം നിന്നോളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓതി കൊടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോണു. പിങ്കി എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സാഹചര്യം അവിടെ ഇങ്ങനെ കഴിഞ്ഞേ. ആ സാഹചര്യം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ നന്ദ പതിവ് പോലെ തന്നെ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നപ്പോഴേക്കും ഗൗതം ചോദിച്ചു, നിനക്ക് ഓക്കെ ആയോ, ഇപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയോ എന്ന് ചോദിച്ചപ്പം പൂർണ്ണമായും മാറിയില്ലെങ്കിലും കുറച്ചൊക്കെ മാറി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് നന്ദതേ കോളേജിലേക്ക് ഇന്ന് പോകണമെന്നൊക്കെ ഗൗതം ചോദിച്ചെങ്കിലും പോകണമെന്നും പറഞ്ഞ് നിർബന്ധം പറഞ്ഞ് നമ്മുടെ നന്ദ പോവുക. അപ്പോൾ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹമാണല്ലോ, അതുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് തന്നെ നമ്മുടെ ഗൗതം വിചാരിച്ചു. അങ്ങനെ ദേ നമ്മുടെ നന്ദ കോളേജിലേക്ക് നന്ദ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഗൗതം യാത്രയാക്കിയിട്ട് അവിടെ നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദയുടെ പ്രൊഫസർ പെട്ടെന്ന് തന്നെ ഗൗതത്തിനെ വിളിച്ചിട്ട് ഗൗതത്തിനോട് എന്താണെന്ന് നന്ദ കോളേജിൽ വരാത്തതെന്നുള്ള കാര്യം ചോദിക്കാം. അപ്പം നന്ദ കോളേജിൽ വന്നില്ലേ സാർ, എന്തേ പറയുന്നത്, അവളിവിടെ നിന്ന് പോന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഇത്രയും നേരമായിട്ടും നന്ദ ഇന്ന് ക്ലാസ്സിലെത്തിയിട്ടില്ല, കോളേജിൽ എത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ക്ലാസ് മിസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാകും, ശരിയാകും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു. ഇനിയിപ്പോൾ നന്ദയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഗൗതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണോ, അപ്പോൾ അതറിയാനായിട്ടാണ് വിളിച്ചത് എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ഭയങ്കര സങ്കടം. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് സാർ ഞാനെന്നാ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും
നന്ദ ചെന്നിട്ടില്ലാത്തതിൻ്റെ ആ ഒരു ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുക ഗൗതം. ആ സമയത്താണ് നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അരുൺ കയറി വന്നപ്പോൾ ഗൗതത്തിന് ഭയങ്കര ഒരു ടെൻഷൻ അല്ലെങ്കിൽ മുഖത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ കണ്ട് ബ്രോയോട് ചോദിച്ചു, എന്തു പറ്റി ബ്രോ, എന്തു പറ്റി ഒരു വിഷമം പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരു ചെറിയ പ്രശ്നം ഉണ്ടടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ഒളിഞ്ഞു നോക്കി പിങ്കി അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പിങ്കി ഇവരുടെ സംസാരം കേൾക്കാനിടയാകുക. അപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ നന്ദ ഇന്ന് കോളേജിലേക്കാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയതാടാ, എന്നോട് യാത്ര പറഞ്ഞിട്ട് പോയതാ, പക്ഷേ അവൾ കോളേജിൽ എത്തിയിട്ടില്ല എന്നും പറഞ്ഞ് അവളുടെ പ്രൊഫസർ എന്നെ വിളിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ കോളേജിലെത്താതെ പിന്നെ നന്ദ എവിടെ പോകാനാണെന്ന് അരുൺ ചോദിച്ചു. എവിടെ പോയതാണെന്ന് അവൾ എന്നോട് പറഞ്ഞില്ല, അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഇട്ട് കിട്ടുന്നുമില്ല, ഇതെന്താണെന്നൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ ഈ അരുൺ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയതായിരിക്കാം, അവൾ വൈകുന്നേരം വരുമല്ലോ, അന്നേരം ചോദിക്കാമല്ലോ എന്ന് അരുൺ ഇങ്ങനെ പറഞ്ഞു. അരുൺ സമാധാനപരമായിട്ട് ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ അരുൺ അതൊക്കെ പറഞ്ഞെങ്കിലും ഗൗതത്തിന് അതൊന്നും ഒരു എന്താ പറയുന്നൊരു സമാധാനമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം നന്ദ എവിടെ പോയി എന്നറിയാതെ ഉള്ളിലെ ആ ഒരു നീറ്റിൽ മാറില്ലല്ലോ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. അപ്പോൾ അരുൺ കുറേ സമാധാന വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അരുൺ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ അവസരം മുതലെടുത്തുകൊണ്ട് പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കി വന്നിട്ട് എന്താ ഗൗതം മുഖത്തൊരു വിഷമം പോലെ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് വിഷമമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ മുഖം കൊടുക്കാതെ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ, എന്നാലും നന്ദ ചെയ്തത് എന്തൊരു വലിയ തെറ്റാണല്ലേ ഗൗതം എന്ന് ചോദിക്കുക. നന്ദ ശരിക്കും തെറ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവൾക്ക് ഇത്രയും സ്നേഹവും കരുതലും അല്ലെങ്കിൽ അവളോട് ഇത്രയും കരുതൽ കാണിച്ച് അവളെ കൂടെ നിർത്തുന്ന ഗൗതത്തിനോട് വിശ്വാസവഞ്ചന കാണിക്കാൻ നന്ദയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കാം. ഒരു ഭർത്താവിനെ പറ്റിച്ച് ഭർത്താവിനോട് പറയാതെ എങ്ങോട്ടെങ്കിലും മുങ്ങുന്നത് ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് ചേരുന്നതാണോ? അവൾക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഗൗതത്തിനോട് അവളൊന്നും പറയുന്നില്ല. ഗൗതത്തെ മറച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അവൾക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗൗതത്തിനോട് പോലും പറയാതെ അവൾ അവിടെ നിന്നും ഇവിടെ നിന്നും മുങ്ങിയതെന്നും കോളേജിൽ എത്താതിരുന്നതെന്നും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പിങ്കി എൻ്റെ അഴിയിൽ നിന്നൊന്ന് പോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. അല്ല, ഭാര്യ ചെയ്ത തെറ്റിന് എന്നോട് എന്തിനാ ഗൗതം ദേഷ്യപ്പെടുന്നത്? ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉത്തമയായ ഒരു ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ ഒരിക്കലും ഭർത്താവിനോട് നുണ പറയത്തില്ല, ഭർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യത്തുമില്ല. അപ്പോൾ പിന്നെ ഗൗതം കാണിക്കുന്ന സ്നേഹമൊക്കെ നന്ദയ്ക്ക് പുല്ലുവില മാത്രമേ ഉള്ളൂ എന്ന് അതുകൊണ്ട് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന് ചോദിക്കണമെന്നുണ്ട്, നീ കാണിക്കുന്നത് എന്താണെന്ന്. സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഇതുപോലത്തെ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നീ ഇത്ര പതിവ്രതയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. പക്ഷേ ഗൗതം അത് ചോദിച്ചില്ല. ഗൗതം പറഞ്ഞു, എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല പിങ്കി, നീ എൻ്റെ അടുത്തുനിന്ന് പോകാൻ പറഞ്ഞു. പിങ്കിയോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ പിങ്കിക്ക് അതങ്ങോട്ട് വലിയ അങ്ങ് സുഖിച്ചു. കാരണം ഗൗതത്തിൻ്റെ സമാധാനം മൊത്തം പോയി, ഇവർ തമ്മിലൊരു വഴക്കിനുള്ള വകുപ്പായല്ലോ. അപ്പോൾ അതുകൊണ്ട് സന്തോഷവതിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് പിങ്കി എന്നിട്ട് അപ്പുറം പോയി മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കുക നമ്മുടെ ഗൗതത്തിനെ, പറഞ്ഞതല്ലേ ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആശാത്തി അങ്ങ് പോയി. അപ്പോഴും ഗൗതം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, എവിടെ പോയതായിരിക്കും നന്ദ, എവിടെ പോയതായിരിക്കും എന്ന്. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്നു. നന്ദ കയറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗൗതം സാറിനെ കണ്ടപ്പോഴേക്കും നന്ദ ഒരു ചിരിയൊക്കെ ചിരിച്ച് അടുത്തേക്ക് ചെന്നപ്പോൾ ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ. അപ്പോൾ ചെന്ന് കയറിയ നന്ദയോട് ഗൗതം ചോദിച്ചു, നീ ഇന്ന് കോളേജിൽ പോകാതെ എവിടെ പോയതായിരുന്നെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദ ഇങ്ങനെ ആകെ വല്ലാതായിട്ടോ. നന്ദ ഒന്നും മിണ്ടുന്നില്ല. നിന്നോടാ ചോദിച്ചത് നന്ദേ, നീ ഇന്ന് കോളേജിൽ പോകാതെ എവിടെ പോയതായിരുന്നു? നിന്റെ പ്രൊഫസർ എന്നെ വിളിച്ചിരുന്നുവെന്നും നീ ഇന്ന് കോളേജിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ സർ, നീ എന്നോട് കാണിക്കുന്ന ഓരോ വിശ്വാസവഞ്ചനയ്ക്കും അല്ലെങ്കിൽ നീ എന്നോട് കാണിക്കുന്ന ഓരോ കള്ളത്തരത്തിനും ഞാൻ പിങ്കിയുടെ മുന്നിൽ നാണം കെട്ട് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര വിഷമമായിട്ടോ. നീ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് പിങ്കിയുടെ മുന്നിൽ അപഹാസ്യനായി നിൽക്കാനും പിങ്കിയുടെ കുത്തുവാക്കുകൾ ഏൽക്കാനുമാണ് എനിക്ക് കഴിഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയോട് ദേഷ്യപ്പെടുക ഗൗതത്തിനോട് കാര്യങ്ങൾ പറയാനായിട്ടും അല്ലെങ്കിൽ ഗൗതത്തിൻ്റെ മുന്നിൽ തൻ്റെ അവസ്ഥകൾ പറയാനൊക്കെ ആയിട്ട് നമ്മുടെ നന്ദ വന്നെങ്കിൽ പോലും ഗൗതം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നന്ദയെ വിഷമിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നന്ദയെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നുമില്ല. അപ്പം നന്ദ എങ്ങോട്ടാണ് പോയത്, എന്തിനാണ് പോയത്, ഇതൊക്കെ അറിയാനുള്ളതുണ്ട്. പക്ഷെ ആ ദേഷ്യത്തിൻ്റെ പുറത്ത്, പിങ്കി പറഞ്ഞ കാര്യങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നന്ദയോട് സംസാരിക്കാൻ പോലും ഗൗതത്തിന് തോന്നുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള വഴക്കും ഇതെല്ലാം ഈ ഒളിഞ്ഞു നോക്കി പിങ്കി അവിടെ നിന്ന് കാണുന്നുണ്ട്. പിങ്കി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കി
പിങ്കിക്ക് ഒത്തിരി സന്തോഷമായി. താൻ ഉന്നം വെച്ചെടുത്ത് തന്നെ കൃത്യമായി അമ്പ് ചെന്ന് വീണല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് രാത്രിയായി. ഗൗതം റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. റൂമിലിരിക്കുന്ന ഗൗതത്തെ വിടാതെ പിന്തുടരുകയാണ് പിങ്കി എന്ന് പറയുന്ന മഹതി. എന്നിട്ട് റൂമിലേക്ക് കയറി ചെന്നു. ഇതിനു മുൻപ് മുറിയിലേക്ക് ചെല്ലരുത് എന്നും പറഞ്ഞ് പിങ്കി ആട്ടി ഇറക്കിയതാണ് ഗൗതം. എന്നിട്ടും ഒരു നാണോ ഇല്ലാണ്ട് പിന്നെയും കയറി ചെല്ലുന്നു. അങ്ങനെ അവിടെ കയറി ചെന്നിട്ട് നന്ദയെക്കുറിച്ച് വീണ്ടും വീണ്ടും അനാവശ്യങ്ങൾ ഓരോന്നും പറഞ്ഞു പിടിപ്പിക്കുക. അങ്ങനെ ഗൗതത്തിൻ്റെ മനസ്സിനെ തലയൊക്കെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് ഈ പിങ്കി ഇവരെ തമ്മിൽ അകറ്റാനുള്ള പരിശ്രമങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിങ്കി പറയുന്ന കാര്യങ്ങളെല്ലാം അത് തെറ്റാണെന്നും അല്ലെങ്കിൽ നന്ദ അങ്ങനെ അല്ലെന്നും ഗൗതത്തിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ പിങ്കി പറയുന്നതിന് അരുത്, അല്ലെങ്കിൽ നന്ദയെക്കുറിച്ച് അങ്ങനെ പറയരുത് എന്നുള്ള ഒരു കട്ടായം പറയാൻ നിൽക്കാതെ പിങ്കി പറയുന്നതിന് അവിടെ ഇവിടെയും മൂളി തൊട്ടും തൊടാതെയും ഒക്കെ മറുപടിയും കൊടുത്തുകൊണ്ട് ഈ ഗൗതം ഇങ്ങനെ നിൽക്കുന്നു. പാവം നമ്മുടെ നന്ദ എന്നിട്ട് അടുക്കളയിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഒരു മുറിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു മുറിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നന്ദയ്ക്കും ദേഷ്യം വരുമെന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാം. അവിടെയും പിങ്കി മർമ്മത്തടിച്ചതാണ്. പിങ്കി അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നന്ദ വരുന്നുണ്ടോ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ നന്ദ കയറി വരുന്നു. നന്ദ കയറി വന്നപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കാണുവാണ്. അങ്ങനെ ഗൗതത്തിൻ്റെ മുറിയിൽ കയറിയ പിങ്കിക്ക് നേരെ എന്താ പറയുന്നത്, നമ്മുടെ നന്ദ ആഞ്ഞടിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ കലിപ്പ് കയറി അവളുടെ മുഖത്ത് നോക്കി 4 എണ്ണം പറഞ്ഞിട്ട് തലയും തിരിച്ച് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് അങ്ങ് പോയി. നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിൻ്റെ മനസ്സങ്ങ് മാറി. കാരണം പിങ്കി ബെഡ്റൂമിൽ കയറിയത് നന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ള കാര്യം അപ്പോൾ ഗൗതത്തിന് മനസ്സിലായി. എന്തായാലും പിങ്കി ഗൗതത്തിനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നന്ദയ്ക്ക് അത് വ്യക്തമായി മനസ്സിലാകും പിങ്കിയുടെ ഉദ്ദേശം എന്താണെന്നും പിങ്കി എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്നും. പക്ഷേ പിങ്കിയുടെ ഒരടവും നമ്മുടെ നന്ദയുടെ അടുത്ത് നടക്കില്ല. കാരണം നന്ദ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. പിങ്കി എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും എന്താണെന്നും അവരുടെ ആ ഒരു ഉദ്ദേശം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ വളരെ ഗ്രാഹ്യമായി തന്നെ ഇടപെട്ട് ശരിയാക്കും. എന്തായാലും ഈ ഒരു രാത്രി കൊണ്ട് നമ്മുടെ നന്ദയുടെയും ഗൗതത്തിൻ്റെയും പിണക്കം മാറുകയും ചെയ്യും. നാണം കെടാൻ പോകുന്നത് ആരാ? നമ്മുടെ പിങ്കി. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൂപ്പർ ഹിറ്റ് വിശേഷവുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.